എന്നുള്ളൊരു പരിഗണന പോലും എനിക്ക് തന്നിട്ടില്ല. സ്വന്തം നാട്ടിലാ എനിക്ക് ഇത്ര വിഷയം, വേറെ എങ്ങും അല്ല. വേറെ എങ്ങും എല്ലായിടും നല്ല കാര്യമാണ്. പക്ഷെ എന്റെ സ്വന്തം നാട്ടിലാണ് അങ്ങനെ നടക്കുക. ഇങ്ങനെ നമ്മളൊന്നും ചെയ്യക്കോളൂ, നമ്മുടെ വീട്ടുകാരെ ബോധിപ്പിച്ചാൽ മതി. നാട്ടുകാരെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ആരും സഹായിക്കേണ്ട, ഉപദ്രവിക്കാതിരുന്നാൽ മാത്രമേ എങ്ങനെങ്കിലും ജീവിച്ച് പൊയ്ക്കോട്ടെന്ന് കരുതിയാൽ മാത്രം മതി. ഇത്രയും ഇത് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. എന്തോ ചെയ്തെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ നേരിട്ട് പോയി മീൻ കൊണ്ടുവരുന്നതാണോ പ്രശ്നം, വില കുറച്ച് കൊടുക്കുന്നതാണോ പ്രശ്നം, എനിക്കറിയത്തില്ല. നേരത്തെ ഞാൻ കരയുമായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മളെ ജീവിതം അനുഭവം കൊണ്ട് ഒരേ പാഠം നമ്മൾ പഠിക്കുമ്പോൾ ഇപ്പൊ വണ്ടി ഓടിക്കാറിയോ. ഒരാളെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നത്. ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്, ഞാൻ മരിക്കുന്നത് വരെ അങ്ങനെ തന്നെ. ഇതാണ് ശ്രീദേവി ചേച്ചി. ചേച്ചി 3.5 വർഷമായി മീൻ കച്ചവടം തുടങ്ങിയിട്ട്. നേരത്തെ ഓട്ടോറിക്ഷ തൊഴിലാളിയായിരുന്നു. ഓട്ടം ഇല്ലാതെ വന്നതോടെയാണ് ചേച്ചി ഈ ഒരു ജോലിയിലേക്ക് ഇറങ്ങിയത്. ഈ ജോലിയിലേക്ക് ഇറങ്ങിയതിന്റെ പേരിൽ ചേച്ചി ഇനി കേൾക്കാൻ ഇനിയൊന്നുമില്ല. നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപിക്കുന്നത്. വെറും